തൃശൂർ പൂരം അലങ്കോലമായതിൽ ADGP MR അജിത് കുമാർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് DGP ഇന്ന് സർക്കാരിന് കൈമാറും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് റിപ്പോർട്ട് വിശദമായി പരിശോധിക്കും. പൂരം അലങ്കോലപ്പെട്ടതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നതാണ് ADGPയുടെ അന്വേഷണത്തിലെ കണ്ടെത്തൽ. അതിനിടെ അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ MR അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണവും ഇന്ന് തുടങ്ങും. ഉമേഷ് തുടരുന്നുണ്ട്. ഉമേഷ്, ഇപ്പോൾ ഈ പൂരം അലങ്കോലമായതിലുള്ള ADGP MR അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തുമ്പോൾ ഏതു രീതിയിലായിരിക്കും ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരിക? ഇന്നലെ തന്നെ നമുക്ക് റിപ്പോർട്ടിനകത്ത് കമ്മീഷണറെ ആരോപണ വിധേയനാക്കിക്കൊണ്ടുള്ള രീതിയിൽ കുറ്റക്കാരനാക്കിക്കൊണ്ടുള്ള പരാമർശങ്ങളാണ് അതിനകത്തുള്ളത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ ഈ കൃത്യമായ ഉന്നയിച്ച് PV അൻവർ ഉന്നയിച്ച ADGPക്കെതിരായ ആരോപണങ്ങളിൽ ഏത് രീതിയിലായിരിക്കും റിപ്പോർട്ടിനകത്ത് പരാമർശങ്ങൾ ഉണ്ടാവുക? അങ്ങനെയെങ്കിൽ സർക്കാർ ഈ റിപ്പോർട്ട് ഏത് രീതിയിലായിരിക്കും കൈകാര്യം ചെയ്യുക? നിലവിൽ റിപ്പോർട്ടിൽ ADGPക്കെതിരെ PV അൻവർ ഉന്നയിച്ച വിഷയങ്ങളൊന്നും പരാമർശിക്കില്ല. കാരണം ഇത് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ പൂരം അതിൻ്റെ നടത്തിപ്പ്, അതേ തുടർന്നുള്ള പോലീസും തൃശ്ശൂർ പൂരം കാണാനെത്തിയവരും തൃശ്ശൂർ പൂര സംഘാടക സമിതിയുമായി തമ്മിലുണ്ടായ തർക്കങ്ങൾ, അത് ചെറിയ പ്രദേശങ്ങളിലെങ്കിലും സംഘർഷ സാധ്യതയിലേക്ക് മാറിയത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പൂർണ്ണമായുള്ളത്. റിപ്പോർട്ടിൻ്റെ പേജുകൾ 1000-ലധികം പേജുകളുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇന്ന് DGP ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. ശനിയാഴ്ചയാണ് ADGP MR അജിത് കുമാർ റിപ്പോർട്ട് DGPക്ക് കൈമാറിയത്. ഇതിൽ പ്രധാനമായി മുൻ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറായ അങ്കിത് അശോകിന് വീഴ്ച പറ്റി, അതായത് പൂരം കുളമാക്കാൻ കാരണം, പൂരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ കാരണം അങ്കിത് അശോകിൻ്റെ ഇടപെടലാണ് എന്നുള്ളതാണ് പ്രധാനമായി ഉപസംഹരിക്കുന്നത്. അതിന് അങ്കിത് അശോകിൻ്റെ പരിചയക്കുറവാണ് കാരണം. അങ്കിത് അശോക് ഒരു സംഘർഷ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ സംയമനത്തോടെ പ്രതികരിച്ചില്ല, പൂരം കമ്മിറ്റിക്കാരെ കേട്ടില്ല, ജനങ്ങളുടെ അഭിപ്രായം കേട്ടില്ല, ഹൈക്കോടതി വിധി നടപ്പാക്കുക, ഹൈക്കോടതി നിർദ്ദേശം നടപ്പാക്കുക എന്നുള്ള ഒറ്റ നിലപാടിൽ മുന്നോട്ട് പോയി കർക്കശമായ നിലപാടുകൾ എടുത്തു. സംയമനത്തോടെ പെരുമാറി ജനങ്ങളെ വിശ്വാസത്തിലെടുക്കേണ്ട സമയങ്ങളിൽ കാർക്കശ്യം കാണിച്ചു. ഇതാണ് പൂരം ഒരു ഘട്ടത്തിൽ പൂരം നടത്തിപ്പുകാരും ജനങ്ങളുമെല്ലാം പോലീസിനെതിരെ തിരിയാൻ കാരണം. അതിന് അങ്കിത് അശോകിൻ്റെ പരിചയക്കുറവും ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നുള്ള ശാഠ്യവുമാണ് എന്നുള്ളതാണ് ഈ ADGP MR അജിത് കുമാറിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം ADGP MR അജിത് കുമാർ തൃശ്ശൂർ പൂരം നടക്കുന്ന ദിവസം ഉണ്ടായിരുന്നു എന്നുള്ള പരാമർശവും, അത് പൂരം കലക്കാനാണ് എന്നുള്ള ആരോപണവും PV അൻവറും പ്രതിപക്ഷവും ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിൽ ഒരു വിശദീകരണം ഈ റിപ്പോർട്ടിൽ MR അജിത് കുമാർ നൽകുന്നുണ്ട്. താൻ മൂകാംബികയിൽ പോകാൻ എത്തിയതാണ്, താൻ മൂകാംബികയിൽ പോകുന്നതിനിടയിൽ തൃശ്ശൂരിൽ താമസിച്ചതാണ്, പിറ്റേ ദിവസം രാവിലെ തന്നെ താൻ മൂകാംബിയിലേക്ക് തിരിച്ചു. ഈ പൂരം നടത്തിപ്പിന് വേണ്ടിയുള്ള പോലീസ് ഇടപെടലുകളിലോ ഒന്നും താൻ ഇടപെട്ടിട്ടില്ല എന്നുള്ള ന്യായീകരണവും MR അജിത് കുമാർ ഈ റിപ്പോർട്ടിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷം ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരു അന്വേഷണവും ഇതിൽ വേണ്ട എന്നുള്ള നിലപാടിലാണ് പ്രതിപക്ഷം ഒന്നടങ്കം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം CPIയുടെ എതിർപ്പാണ് ഇതിൽ ഏറ്റവും നിർണായകം. CPI ഈ റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂർ സ്ഥാനാർത്ഥി കൂടിയായിരുന്ന മുൻ മന്ത്രി സുനിൽകുമാർ താൻ ഈ റിപ്പോർട്ട് വിവരാവശ്യപ്രകാരം ചോദിക്കുമെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ റിപ്പോർട്ട് സ്വന്തം നിലയിൽ പുറത്തുവിടുമോ എന്നുള്ളതാണ് അടുത്തുണ്ടാകുന്ന ഏറ്റവും സുപ്രധാനമായ നടപടി. സ്വന്തം നിലയിൽ ഈ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാൻ തയ്യാറാകുമോ, അതോ വിവരാവശ്യം നൽകി VS സുനിൽകുമാർ എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. ഒപ്പം പോലീസിൻ്റെ അട്ടിമറി എന്നുള്ള ആരോപണത്തിൽ CPI ഉറച്ചു നിൽക്കുന്നുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ടിനെ CPI തള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CPIയുടെ ഭാഗത്തു നിന്ന് പുനരന്വേഷണം വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുമോ എന്നുള്ള ചോദ്യവും നിർണായകമാണ്. അത്തരമൊരു നീക്കം CPIയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് മുന്നണിക്കകത്തെ ഒരു തർക്കത്തിലൂടെ കാര്യങ്ങൾ എത്തും എന്നുള്ളതും നിർണായകമാണ്. എന്തായാലും പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിന് വിശദമായി പരിശോധിക്കും. അതിനുശേഷം ഒരു നയപരമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതേസമയം ADGPക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തിൽ തുടർ നടപടികൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് മുതൽ അന്വേഷണം ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രധാനമായി ADGP MR അജിത് കുമാറും മുൻ മലപ്പുറം SP സുജിത് ദാസും സമ്പാദിച്ച അനധികൃത സ്വത്ത് സംബന്ധിച്ച കേസാണ് പ്രധാനമായി വിജിലൻസ് അന്വേഷിക്കുന്നത്. അതോടൊപ്പം
SP ഓഫീസിലെ മരമുറി, ഒപ്പം സ്വർണ്ണക്കടത്തലുമായി ബന്ധപ്പെട്ടുള്ള PV അൻവറിന്റെ ആരോപണങ്ങൾ, ADGP MR അജിത്കുമാറിന്റെ കവടിയാറിലെ വലിയ വീട് നിർമ്മിക്കുന്നതും ആ വസ്തു വാങ്ങിയതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, ഇവയെല്ലാം അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ PV അൻവറിന്റെ മൊഴിയെടുക്കുക, ഒപ്പം മറ്റ് ആരോപണങ്ങൾ ഉന്നയിച്ചവരുടെ മൊഴിയെടുക്കുക, വിവരം ശേഖരിക്കുക എന്നീ നടപടികളിലേക്കായിരിക്കും വിജിലൻസ് കടക്കുക. അതിനുശേഷമായിരിക്കും രേഖകൾ പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് കടക്കുക. നിലവിലൊരു ത്വരിത പരിശോധനയാണ്, പക്ഷെ അതിന് FIR രജിസ്റ്റർ ചെയ്തുള്ള പരിശോധനയായിരിക്കില്ല, പൊതു പരിശോധനയായിരിക്കും വിജിലൻസ് നടത്തുക എന്നുള്ളതാണ് വിവരം. ഏതെങ്കിലും രീതിയിലുള്ള ക്രമക്കേടുകളോ മറ്റോ കണ്ടെത്തിയാൽ അതിനുശേഷം മാത്രം സർക്കാരിന്റെ അംഗീകാരത്തോടു കൂടി FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോയാൽ മതിയെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്.